ഈ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും അധികം കല്യാണങ്ങൾ നടക്കുന്ന ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങുകളല്ല. അപ്പോൾ കേരളത്തിൽ നമുക്കറിയാം വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള വെഡ്ഡിങ്ങുകൾ, ഇപ്പോൾ ക്രിസ്ത്യൻ വെഡ്ഡിങ്ങുകളും ഹിന്ദു വെഡ്ഡിങ്ങുകളും മുസ്ലിം വെഡ്ഡിങ്ങുകളും എല്ലാം നടത്താറുണ്ട്. കഴിഞ്ഞ 18 വർഷമായി 3000-ലധികം വിവാഹങ്ങൾ സിനാരിയോ വെഡ്ഡിംഗ് പ്ലാനർ കണ്ടക്ട് ചെയ്തു. ഈ വിവാഹങ്ങൾ നടത്തുക എന്ന് പറയുന്നത് അവരുടെ ട്രഡീഷനെ അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെയാണ് വിവാഹം നടത്തേണ്ടത് അതിനെ മുൻനിർത്തിക്കൊണ്ട് വേണം നമ്മൾ ഈ വിവാഹങ്ങളെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒരു നായർ വെഡ്ഡിംഗ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചടങ്ങുകൾ ഏതൊക്കെ സമയത്ത് നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഒരു പ്ലാനർ എന്നുള്ള നിലയിൽ നമുക്കും ടീം മെമ്പേഴ്സിനും എല്ലാം ഉണ്ടാവണം. ഇപ്പോൾ സിനാരിയെ സംബന്ധിച്ചോളം ഏകദേശം 35ഓളം ഇൻഹൗസ് സ്റ്റാഫ് ഉണ്ട്. ഈ സ്റ്റാഫുകളെല്ലാം ഏകദേശം 3000ഓളം വിവാഹങ്ങൾ ചെയ്ത് ട്രെയിൻഡ് ആണ്. അപ്പോൾ അത് ഏത് കമ്മ്യൂണിറ്റി വെഡ്ഡിംഗ് ആയാലും, ഇപ്പോൾ ഒരു ബ്രാഹ്മൺ വെഡ്ഡിംഗ് എടുത്താൽ അത് ചിലപ്പോൾ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങുകളായിരിക്കും. വിവാഹ ദിവസം ചിലപ്പോൾ വെളുപ്പിന് 4 മണിക്കായിരിക്കണം നമ്മുടെ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബ്രാഹ്മൺ വെഡ്ഡിംഗ്, അതേപോലെ നായർ വെഡ്ഡിംഗ്, ഈഴവ വെഡ്ഡിങ്ങിനകത്ത് എന്തൊക്കെ ചടങ്ങുകൾ വേണം, ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി വെഡ്ഡിങ്ങിൽ എന്തൊക്കെ ചടങ്ങുകൾ വേണം. അപ്പോൾ ഈ ചടങ്ങുകളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും ആ ചടങ്ങ് അത് മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ആ ഇവന്റുകൾ നടത്താൻ കഴിയുമ്പോഴാണ് ആ ഇവന്റ് പൂർണ്ണമായി സക്സസ് ആവും. ആ ഫാമിലിയെയും ആ ഫാമിലിയിൽപ്പെട്ട ആളുകളെയെല്ലാം അവർ ചിലപ്പോൾ ഓർത്തഡോക്സ് ആയി ചിന്തിക്കുന്ന കുടുംബാംഗങ്ങളായിരിക്കും അവരുടെ ഫാമിലിയെ പ്രധാനപ്പെട്ട. അപ്പോൾ അവരെ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് മോഡേൺ രീതിയിലുള്ള പ്രസന്റേഷൻ ചെയ്യുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ നമുക്ക് അവരുടെ വിശ്വാസങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള വിവാഹങ്ങൾ നടക്കുമ്പോഴാണ് അത് പൂർണ്ണമായി സക്സസ് ആയി എന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഇതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മതേതരമായ വിവാഹങ്ങളും കേരളത്തിൽ ഒട്ടനവധിയായി നടക്കുന്നുണ്ട്. അതൊരു റിസപ്ഷൻ മാത്രമായിട്ടായിരിക്കും നടക്കുക. അപ്പോൾ ആസ് എ ഒരു വെഡിങ് പ്ലാനർ ഒരു വെഡിങ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം ഒട്ടനവധിയായിട്ട് കല്യാണങ്ങൾ നടക്കും. പക്ഷേ ആ കല്യാണങ്ങൾ നടക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും ഒരു വെഡിങ് പ്ലാനർ ഒരു വെഡിങ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ആ മാറ്റം ഓരോ വെഡിങ് പ്ലാനേഴ്സ് ക്യൂറേറ്റ് ചെയ്യുന്ന വെഡിങ് തീമുകളെയും അതിൻ്റെ സക്സസ് സ്റ്റോറിയും എല്ലാം കാണുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാവാൻ വേണ്ടി